നമസ്കാരം, സുധീഷാണ്. നമ്മുടെ മഹാകാളി ഹീലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം മുന്നേ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സ്പിരിച്വലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പല പല മന്ത്ര ജപങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് നെഗറ്റീവ് എനർജീസാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സെഷൻ ചെയ്യാൻ വന്നപ്പോൾ നമ്മളത് പറഞ്ഞു, ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കംപ്ലീറ്റ് നമ്മൾ റിലീസ് ചെയ്ത് ആവാഴ്ച മാറ്റി കൊടുത്തു. പുള്ളിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തെല്ലാം മന്ത്രങ്ങളാണ് ജപിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നിയത്. കാരണം അത് അദ്ദേഹം വ്യക്തമായ ഒരു ധാരണ ഒന്നും അതിനെപ്പറ്റി ഇല്ല. പ്രധാനമായിട്ടും അദ്ദേഹം യൂട്യൂബിൽ കാണുന്ന മന്ത്രങ്ങൾ, യൂട്യൂബിൽ ഇഷ്ടംപോലെ മന്ത്രങ്ങളുണ്ട്. ഒരാളുടെ വീഡിയോസിൽ കണ്ടിട്ട് ഈ മന്ത്രം ആ മന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മന്ത്രസ് ഉണ്ട്. അത് കണ്ടിട്ട് ആണ് പുള്ളിക്കാരൻ അത് ജപിക്കുന്നത്. അപ്പോൾ അത് ജപിക്കുമ്പോൾ പുള്ളിക്കാരന് നല്ല നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തൊരു മന്ത്രം, അത് അദ്ദേഹം എന്താണെന്ന് പോലും അറിയാതെ ആ മന്ത്രവും ജപിക്കേണ്ടതായിരുന്നു. അപ്പോൾ എനിവേ ഇതൊക്കെ കൂടി ജപിച്ച് ലാസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ കുണ്ടലിനി പയ്യെ റൈസായി അനങ്ങി തുടങ്ങി. അപ്പോഴാണ് അപകടം. കാരണം ഈ കുണ്ടലിനി റൈസാക്കാവുന്ന, അതായത് ആ മന്ത്രം ജപിച്ചാൽ കുണ്ടലിനി റൈസാവുന്ന ഏതൊരു മന്ത്രമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ എന്ത് മന്ത്രമെന്ന് അദ്ദേഹം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കേൾക്കണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് മന്ത്രങ്ങളെ പറ്റിയൊന്നും വലിയ പരിചയമുള്ള ഒരാളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ചില ദേവി തന്നേക്കണ ചില രഹസ്യമന്ത്രങ്ങളുണ്ട്, അത് മാത്രമേ എനിക്ക് അറിഞ്ഞുള്ളൂ. വേറെ മന്ത്രങ്ങളൊന്നും നമ്മുടെ ഈ ജനറലായിട്ടുള്ള ഈ ശാസ്ത്രപ്രകാരമുള്ള സാധനങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ പരിജ്ഞാനമൊന്നുമില്ല. എനിക്ക് ആകെ അറിയാവുന്ന സുദർശന മന്ത്രവും അഘോര മന്ത്രവും മാത്രമേ ഉള്ളൂ. രണ്ടും മാത്രം ദേവി പഠിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചതാണ്. ഈ നമ്മുടെ മഹാകാളി ഹീലിംഗ് ചെയ്യുമ്പോൾ ആ മന്ത്രം എനിക്ക് ജപിക്കണം. അത് മുമ്പ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് അതിൻ്റെ ഉപയോഗം. പല കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കുണ്ടലിനി ഞാൻ ഈ സെഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചാടാനും തുള്ളാനൊക്കെ തുടങ്ങി. ഭയങ്കര ചാട്ടവും ബഹളവും, പുള്ളി ഇങ്ങനെ തെറിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് കുണ്ടലിനി അവേക്കണിങ്ങിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ കുണ്ടലിനി റൈസിങ് നിങ്ങൾക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചക്രാസ് കംപ്ലീറ്റ് ഓരോരോ ബ്ലോക്കേജസാണ്. ഓരോ ഫയൽസും പല പല ട്രോമകളൊക്കെ എടുക്കുന്നുണ്ട്. പുള്ളിയുടെ സോളാപെക്സിലുണ്ടായിരുന്നു, ഹാർട്ട് ചക്കയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പലരും ചെയ്യുന്നത്, ഈ കുണ്ടലിനി സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇതുപോലുള്ള സംഗതികൾ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും അറിവില്ലാത്ത, വ്യക്തമായ ധാരണയില്ലാത്ത ആൾക്കാർ. അവർക്ക് എങ്ങനെയെങ്കിലും കുണ്ടലിനി റൈസ് ആക്കിയാൽ മതി എന്നാണ് അവർ വിചാരിക്കുന്നത്. എവേക്കണിയൊക്കെ എങ്ങനെ എത്തിയാൽ മതി. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മളൊരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കണം എന്നൊക്കെ പഴയ ആൾക്കാർ പറയണത്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബാണല്ലോ നമ്മളെല്ലാവരും ഗുരു, എല്ലാവർക്കും ഗുരു യൂട്യൂബാണ്, അല്ലെങ്കിൽ ഗൂഗിളാണ് ഗുരു. ഗൂഗിൾ ദൈവം, യൂട്യൂബ് ഗുരു, അങ്ങനെയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ട്രോമകൾ, ഫയലുകൾ വരെയും അതിൽ കിടപ്പുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ റിലീസ് ചെയ്ത് കളയണം. ആ സാധനം റിലീസ് ചെയ്ത് കളഞ്ഞ് ശുദ്ധമായതിനു ശേഷം ആണ് ഈ കുണ്ടലിനി റൈസ് ആകേണ്ടത്. കുണ്ടലിനി റൈസാക്കാൻ ഒന്നും ചെയ്യൊന്നും വേണ്ട, തനി റൈസ് ആയിക്കോളും. ആ സമയമാകുമ്പോൾ റൈസാവും. നമ്മൾ പാകമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനങ്ങൾ, മന്ത്ര സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ സാധനം റൈസായി പോയിക്കോളും. ഒരു സംശയം വേണ്ട അത്. അപ്പോൾ ഇത് ഇയാൾക്ക് അറിയില്ല ഇതിനെപ്പറ്റി. ഇയാൾക്ക് കുണ്ടലിനെ പറ്റി അത്ര ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ കൂടുതൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാകാം എന്നുള്ളത്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ആ ചക്രശുദ്ധികൾ അതാണ് അദ്ദേഹം വരുത്തേണ്ടത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം. ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്, പക്ഷേ ഇതൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു എനിക്ക്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം, ഈ കുണ്ടലിനി ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ കുണ്ടലിനി റൈസാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പല പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരുടെയും ആ സ്പിരിച്വൽ ലെവൽ ഡിഫറൻ്റ് ആയിരിക്കും. ഒരാൾ 1ാം ക്ലാസ്സിൽ ഇപ്പോൾ ഉണ്ടാവും, ഒരാൾ 5ാം ക്ലാസ്സിലായിരിക്കും, ഒരാൾ 10ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ആളായിരിക്കും. എല്ലാവർക്കും കൊടുക്കുന്ന കോച്ചിങ് ഒരേപോലെയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം.
കാരണം ഓരോരുത്തർക്കും വേണ്ടതാണ് കൊടുക്കേണ്ടത്. അത് പഠിപ്പിക്കുന്ന ആ ടീച്ചർക്ക് അതിനുള്ള സമയമില്ല. ചിലപ്പോൾ ഒരു ദിവസം ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ 3 days പ്രോഗ്രാം ആയിരിക്കും. ഞാനും പോയിട്ടുണ്ട് അങ്ങനത്തെ പ്രോഗ്രാമുകൾ പണ്ട്. എനിക്കതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല, കാരണം അവിടെ ചെയ്യുന്നത് ഇതുപോലെയാണ്. അത് ആ ക്ലാസ്സിൽ പങ്കെടുത്ത പലർക്കും പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ. കണ്ണിൻ്റെ കാഴ്ച പോയ ഒരാളുണ്ട്. അത് ഒരു സിംഗാണ്, പഞ്ചാബിലുള്ളതാണ്, എൻ്റെ സുഹൃത്താണ്. പിന്നെ അതേപോലെ ഭയങ്കര മെൻ്റൽ പ്രോബ്ലംസൊക്കെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പഠിപ്പിക്കുന്ന ആൾ ഒരു കമേഴ്ഷ്യലായിട്ടുള്ള ടീച്ചറാണ്. അദ്ദേഹത്തിന് അത് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കാശ് മേടിച്ച് പഠിപ്പിക്കാൻ പോവുക. നിങ്ങളുടെ കുണ്ടലിന് വേണമെങ്കിൽ ഉയർന്നോട്ടെ എന്നുള്ള നോട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മളിടുന്നൊരു ഷീറ്റിൽ ഇങ്ങനെ ഒപ്പിടിച്ച് മേടിക്കും. ഇവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഉത്തരവാദിയാണ്, ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി മേടിക്കും. അത് ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം ക്ലാസ്സിൽ കയറ്റുള്ളവർ. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി. റിസ്ക്കുള്ള പരിപാടി ആയതുകൊണ്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. അവർക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കുണ്ടലിനി ക്ലാസ്സുകളിൽ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ഒരുപാട് അഭ്യാസ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. കുണ്ടലിനി റൈസാക്കാൻ നോക്കിയിട്ടുണ്ടാവുന്ന ഓരോരോ അവർ കാട്ടിക്കൂട്ടുന്ന ഓരോരോ വിക്രിയകൾ, അട്ടഹാസം, പിന്നെ ചാടൽ, തുള്ളൽ, കിടന്ന് മറിയൽ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഒരു പ്രൊഫഷണലായി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ പ്രോഗ്രാമാണ്. നമ്മളതിന് കൂടുതൽ പറഞ്ഞ് അതിനെ ഒരു അത് ശരിയല്ലല്ലോ അങ്ങനെ പറയണത്. എന്തായാലും നമുക്ക് ജനറലായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നല്ലാണ്ട് അതിനെ കൂടുതൽ എനിക്ക് പറയാൻ താല്പര്യമില്ല. ഒരു ജഡ്ജ്മെൻറ്റലായിട്ട് പോകാനും എനിക്കിഷ്ടമില്ല. പക്ഷേ നിങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂചിപ്പിച്ചതെന്ന് മാത്രം കേട്ടോ. അത്ര ആളുകൾ ഒരുപാട് പേരുണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യൂട്യൂബ് നോക്കിയിട്ട് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യരുത്. അതിൽ തന്നെ നല്ല നല്ല ആളുകൾ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നല്ല ടീച്ചേഴ്സ് നിങ്ങൾ കണ്ടെത്തുക. അതിലുള്ള ടീച്ചേഴ്സ് വളരെ നല്ലവരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ കണ്ടെത്തി അവരുടെ ഗൈഡൻസോട് കൂടി മാത്രം ചെയ്യുക. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് നോർമലായിട്ടുള്ള മന്ത്രജപങ്ങൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിട്ടകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പല നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അത്. പക്ഷേ ഇതേപോലെ ഗൗരവമായ കാര്യത്തിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതേപോലെ ചില മന്ത്രങ്ങൾ, ചില ആ ദേവതനെ നിങ്ങൾക്ക് മന്ത്രസിദ്ധി വരുത്തി തരാം, ഈ മന്ത്രം ജപിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. പക്ഷേ ഇത് ഏത് ദേവതയാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആ നല്ല ദേവതയാണോ അല്ലെങ്കിൽ നമ്മുടെ സ്വാത്വിക ഭാഗത്തുള്ള ദേവതയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇറങ്ങി പുറപ്പെടാൻ. ഈ അവസരത്തിൽ എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആത്മീയപാതയിൽ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സാക്ഷാൽ നമ്മുടെ പരാശക്തിയെ അല്ലെങ്കിൽ ദേവിയെ അല്ലെങ്കിൽ ദേവനെ പ്രാർത്ഥിച്ച് നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് അവേക്കണിങ് സംഭവിക്കും. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിലുള്ള ഒരുപാട് എലിമെൻറ്റ്സ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. നിങ്ങളിലുള്ള നെഗറ്റീവായിട്ടുള്ള എലിമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിലുള്ള ദേഷ്യം പൂർണ്ണമായിട്ടും നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം. അത് അടിച്ചമർത്തി കംപ്രസ് ചെയ്യല്ല വേണ്ടത്, റിലീസ്, അത് കളയുക. ദേഷ്യം നിങ്ങൾക്ക് വേണ്ട. അതേപോലെ തന്നെ ദുഃഖം വേണ്ട. എമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതും വേണ്ട. കാരുണ്യമാകാം നിങ്ങൾക്ക് മറ്റുള്ളവരോട്, സ്നേഹമാകാം, എത്ര വേണമെങ്കിലും ആവാം. സ്നേഹം എത്ര വേണമെങ്കിലും ആവാം, ഒരു കുഴപ്പമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്ലസ് പോയിൻറ്റ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക ആൾക്കാരാണ്, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറെ സാധനം കൂടിയുണ്ട്, ഈഗോ. പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഈ പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ പുച്ഛങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ആരും എന്നെ പുച്ഛിക്കാൻ വരാറില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരുപാട് പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വലിയ വലിയ ആളിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർക്കൊരു പുച്ഛമാണ് നമ്മൾ കാണുമ്പോൾ, നീയൊക്കെ എന്ത് എന്നുള്ളൊരു മട്ട്. അങ്ങനത്തെ ഒരു ഭാവം പലരും ഞാൻ മുഖത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ ഹമ്പിളായിട്ട് നിൽക്കുള്ളൂ. ആ ഒരു സാധനമാണ് പ്രശ്നം. നമ്മൾ എത്രയെല്ലാം പഠിച്ചാലും നമ്മളൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാനൊരു വിദ്യാർത്ഥി തന്നെയാണ്. ഞാനിപ്പോഴും ഓരോ ആളുകളിൽ നിന്ന് പലതും മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം പഠിപ്പൊരിക്കലും പൂർണ്ണമാവുന്നില്ല. നമ്മൾ എന്തെങ്കിലും സാധനം കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നും ആവുന്നില്ല. ആ ഒരു റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ഈ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആൾക്കാർ, അത് സഹസ്രനാമ പഠിപ്പിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മിക്ക ആളിലും കണ്ടേക്കണത് ഭയങ്കര ഈഗോണ് ഞാൻ കണ്ടേക്കണത്. അവരെന്തോ വലിയൊരു സംഭവമായി, ടീച്ചറായി, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പലരെയും കണ്ടിട്ടുണ്ട്. അതുപോലെ സ്ത്രീ ഉദ്യോഗാസനിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്കൊന്നും ഒരു ബേസിക് ആയിട്ടുള്ള സാധനമില്ല. എന്ന് വെച്ചാൽ ക്വാളിറ്റി. ഇനി ഉള്ളവരുണ്ട് കേട്ടോ, എല്ലാവരും ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ നിങ്ങൾ പറയാക്കരുത്. ഉള്ള ആൾക്കാരുണ്ട്.
പക്ഷേ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ഒരു കുട്ടിയുടെ പോലെ, ഒന്നും അറിയാത്ത ആളുടെ പോലെ നിങ്ങൾ ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. ഇതാണ് എൻ്റെ അനുഭവം. എനിക്കുണ്ടായിരുന്നു ആദ്യമൊക്കെ ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റേക്കിയുടെ ടീച്ചറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പല പല അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഈഗോ ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി അത് വേണ്ട, ആവശ്യമില്ലാത്തതെന്ന് മനസ്സിലായപ്പോൾ അത് കളഞ്ഞു. എമോഷണൽ അറ്റാച്ച്മെൻറ്റ് വെക്കുക എന്നുള്ള പരിപാടി അതും കളഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഹാർട്ട് ചക്ര പിന്നീട് ഓപ്പണായി കിട്ടിയത്. അവിടെ നിന്നാണ് ഞാൻ കയറി വന്നത്. ഈ ഹാർട്ട് ചക്ര എൻ്റെ ഓപ്പണായി. അതൊരു ഭയങ്കര അനുഭവമാണ്. അത് ഞാൻ ഇവരെ തന്നെ പിടിച്ചിരിക്കുമ്പോൾ ഈ ഹാർട്ട് ചക്ര ഓപ്പണായ സമയത്ത് ഭയങ്കരമായ കരച്ചിൽ, കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ഇഷ്ടമില്ലാത്ത കരച്ചിലായിരുന്നു. കരയണ സമയത്ത് ഇവിടെ നിന്നൊക്കെ എന്തോ ഇങ്ങനെ ഇളകി പോകുന്ന പോലെ ഫീലിങ്. പിന്നെ എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഇങ്ങനെ വിഷ്വലിൽ കാണുന്നു. അത് വരുന്നു പോകുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് ഓർമ്മയില്ല മുഴുവനായിട്ട്. അതിന് ശേഷം എനിക്ക് മെമ്മറിക്ക് ഭയങ്കരമായ വ്യത്യാസം വന്നു. എനിക്ക് ഈ അൺവാണ്ടഡ് സാധനങ്ങളൊന്നും എൻ്റെ മെമ്മറിൽ ഇരിക്കില്ല. ഇപ്പോൾ ഇന്നലെ എന്ത് സംഭവിച്ചു വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കണം, ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് ആലോചിക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് മെമ്മറി ഉണ്ട്. പക്ഷേ അതിന് ശേഷം അങ്ങനെ വലിയ വ്യത്യാസം എനിക്ക് വന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞാൽ ബ്ലാങ്കാണ്, ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിൽ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ. ദൈവയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.